നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2020 ബ്രസീലിയൻ സൂപ്പർ താരമായ തിയാഗോ സിൽവ PSG വിട്ടുകൊണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ചെൽസിയിലേക്ക് എത്തിയത്. പിന്നീട് ചെൽസിക്ക് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. അതോടുകൂടി ക്ലബ്ബ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുകയായിരുന്നു. ഇപ്പോൾ 4ാമത്തെ സീസണിലാണ് അദ്ദേഹം ഉള്ളത്. 4 വർഷങ്ങൾ അദ്ദേഹം ചെൽസിയോടൊപ്പം ഇപ്പോൾ പൂർത്തിയാക്കുകയാണ്. എന്നാൽ ഇനി ചെൽസിയിൽ തുടരാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. ചെൽസിയും അദ്ദേഹത്തെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 39-കാരനായ തിയാഗോ സിൽവ ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിടും. അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ പൂർത്തിയാവുകയാണ്. അദ്ദേഹം തിരികെ ബ്രസീലിലേക്ക് മടങ്ങുകയാണ്. നമുക്കറിയാം, ഫ്ലുമിനൻസ് ക്ലബിലൂടെയായിരുന്നു അദ്ദേഹം വളർന്നിരുന്നത്. ആ ക്ലബിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങുകയാണ്. ഫ്ലുമിനൻസുമായി ഇപ്പോൾ തിയാഗോ സിൽവ വെർബൽ അഗ്രിമെന്റിൽ എത്തി എന്നുള്ള കാര്യം ഒട്ടുമിക്ക മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു സൂചന തിയാഗോ സിൽവ നേരത്തെ തന്നെ നൽകിയിരുന്നു. അതായത് തന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു തീരുമാനം താൻ എടുത്തിട്ടുണ്ടെന്നും എന്നാൽ അത് ഉചിതമായ സമയത്ത് പ്രഖ്യാപിക്കും എന്നുമായിരുന്നു തിയാഗോ സിൽവ പറഞ്ഞിരുന്നത്. ഏതായാലും അദ്ദേഹം ഫ്ലുമിനൻസിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ ഒരു കോൺട്രാക്ട് കാലയളവ് പൂർത്തിയായതിനു ശേഷം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോഴും ചെൽസിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ അല്ലെങ്കിൽ സ്ഥിര സാന്നിധ്യമായിക്കൊണ്ട് അവിടെ തുടരാൻ തിയാഗോ സിൽവക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സീസണിൽ ആകെ 32 മത്സരങ്ങളാണ് അദ്ദേഹം ചെൽസിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 4 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിലാണ് പലപ്പോഴും ചെൽസിക്ക് വലിയ തോൽവികളൊക്കെ വഴങ്ങേണ്ടി വരാറുള്ളത്. ഇന്നലത്തെ ആഴ്സണലിനെതിരെയുള്ള മത്സരത്തിലൊക്കെ നമ്മൾ അത് കണ്ടതാണ്. തിയാഗോ സിൽവ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് 5 ഗോളുകൾ ചെൽസി വഴങ്ങുന്ന ഒരു ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷമാണ് തിയാഗോ സിൽവ വരുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം ആഴ്സണൽ ഗോൾ നേടിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു 4 വർഷ കാലയളവിൽ ചെൽസിക്ക് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആകെ 107 മത്സരങ്ങളാണ് ചെൽസിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. 8 ഗോളുകൾ 2 അസിസ്റ്റുകൾ, 93% പാസ് അക്യുറസി അദ്ദേഹത്തിനുണ്ട്. 67% ഡുവൽസ് വോൺ ചെയ്തു. 618 തവണ ബോൾ റിക്കവർ ചെയ്തു. 43 ഫൗളുകൾ നേടിയെടുത്തു. നമുക്കറിയാം, ചെൽസിക്കൊപ്പം അദ്ദേഹം യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും യുവേഫ സൂപ്പർ കപ്പും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ തൻ്റെ ജന്മനാട്ടിലേക്ക് തന്നെ മടങ്ങുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.